അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അൻവർ പോയ അന്ന് തന്നെ പോയി പനമരം പഞ്ചായത്ത്. ആ പനമരം പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. എന്താ CPM നിലപാട്? അവിടെ പനമരത്തെ ബെന്നി എന്ന് പറഞ്ഞ സ്വതന്ത്ര മെമ്പർ തൃണമൂലിന് പിന്തുണ പ്രഖ്യാപിച്ച് LDF ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ വോട്ട് നൽകി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ UDF തീരുമാനിച്ചപ്പോൾ അവിടെ 6 സീറ്റ് ലീഗിനും 5 സീറ്റ് കോൺഗ്രസിനുമാണ്. ലീഗിനാണ് പ്രസിഡന്റ്ഷിപ്പ്. അതിൽ 3 സ്ത്രീകളാണ്. ജനറൽ പ്രസിഡന്റ് ആർക്കും ആവാം. മുസ്ലിം ലീഗ് എന്താ തീരുമാനമെടുത്തത്? ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു അവിടെ മെമ്പറായിട്ട്, അവിടെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. എന്താ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞത്? നിങ്ങളൊക്കെ വാർത്ത കൊടുത്താണല്ലോ. ആരാണ് ആ പെണ്ണിനെ പ്രസിഡന്റാക്കിയെന്ന് വെച്ച്? ആദിവാസികളുമായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിന്റെ അവരുടെ ഏറ്റവും വലിയ തെളിവാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അവഗണിച്ചത്. മുസ്ലിം ലീഗ് എന്താ ചെയ്തത്? അവർക്ക് ഹസീന എന്ന് പറഞ്ഞാൽ നല്ല പരിചയസമ്പന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട്, മെമ്പർ, അവിടെ പ്രസിഡന്റാക്കാം. ഒരു ജനറൽ പ്രസിഡന്റ്ഷിപ്പുള്ള ഒരു പഞ്ചായത്തിൽ ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പറെ അവിടെ പ്രസിഡന്റാക്കി മുസ്ലിം ലീഗ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാതൃക കാണിച്ചു. CPM ആരാ ആ പെണ്ണിനെ പ്രസിഡന്റാക്കിയത്? മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നു. ആരാ പറയണത്? CPM സെക്രട്ടേറിയറ്റ് മെമ്പർ.